ഹലോ സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോ പാലക്കാട് ജില്ലയിലെ ആലൂരിനടുത്തുള്ള പൂലേരി പാടം. ഈ പാടത്തെ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത്. അങ്ങനെ ഒരു തോടിന് കുറുകെയുള്ള ചെറിയൊരു നടപ്പാലം ഉണ്ടായിരുന്നു. അപ്പോൾ ആ നടപ്പാലത്തിലൂടെ നല്ല രീതിയിൽ ചെളിയുള്ള കാരണം കൊണ്ട് തന്നെ അതിന് മുകളിലൂടെ നടന്നിട്ടാണ് നമ്മൾ ഇപ്പുറത്തേക്ക് വന്നിട്ടുള്ളത്. ഇവിടെ കുറച്ച് കുട്ടികളൊക്കെ കണ്ടത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടൊക്കെ നോക്കുന്നുണ്ട്. നല്ല രീതിയിൽ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയം കൂടെയാണ് ഇപ്പോൾ. കുട്ടികൾ വന്ന സൈക്കിളൊക്കെ കാണാം. ഇവിടെ ചെറിയൊരു കരിമ്പനയും ഉണ്ട്. ഇവിടുത്തെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ വിശാലമായി കിടക്കുന്ന നെൽപ്പാടത്തിന് നടുവിലൂടെയുള്ള ഒരു റോഡാണ്. ഈ റോഡ് നേരെ ചെല്ലുന്നത് കൂടല്ലൂർ ഭാഗത്തേക്കാണ്. കൂടല്ലൂർ കുമ്പിടി ഭാഗത്തേക്കാണ്. അതുപോലെ റോഡിന് സൈഡിലായിട്ട് ഒരു തോടും പോകുന്നുണ്ട്. ഇവിടെ ഈ തോടിന് സൈഡിലായിട്ടൊരു വീടിൻ്റെ മതിലൊക്കെ കാണാം. നല്ല കണ്ണാടി പോലത്തെ വെള്ളമാണ് റോഡിൻ്റെ അപ്പുറം സൈഡിലെ പാടത്തുനിന്ന് ഇപ്പുറത്തേക്ക് ഒഴുകി വരുന്നത്. ഇപ്പോൾ ഏകദേശം സൂര്യൻ അസ്തമിക്കാനുള്ള സമയമായിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇതുപോലെ സൂര്യാസ്തമയത്തിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കും. നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഇവിടെ നിന്നും നമുക്ക് കാണാൻ പറ്റുന്നത്. നല്ല രീതിയിൽ തന്നെ കാറ്റും അടിക്കുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ഈ പാടത്തിന് നടുവിലൂടെയുള്ള പാതയിലൂടെയുള്ള വാഹനങ്ങൾ പോകുന്നത് കാണാൻ നല്ലൊരു ഭംഗിയാണ്. അത് ഈ പച്ചപ്പിനിടയിലൂടെ ഇങ്ങനെ വാഹനങ്ങൾ പോകുന്നത് കാണാൻ തന്നെ നല്ല രസമാണ്. പിന്നെ പാടത്തിന് സൈഡിലൂടെയുള്ള ഈ വഴിയിലൂടെ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു കള്ള് ഷാപ്പുണ്ട്. ഈ ഷാപ്പിനടുത്തു നിന്നുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. ഷാപ്പിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് തോടിന് കുറുകെ ഒരു നടപ്പാലമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് താൽക്കാലികമായിട്ടുള്ള. ഈ കാണുന്നത് ഒരു വീടിൻ്റെ മുൻഭാഗമാണ്. ഈ വീട്ടിലുള്ളവരൊക്കെ ഈ ഗേറ്റൊക്കെ തുറന്ന് പുറത്തേക്ക് വരുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ഇതാണ്. വിശാലമായി പരന്നു കിടക്കുന്ന പച്ച പുതച്ച് കിടക്കുന്ന ഈ നെൽപ്പാടങ്ങളുടെ കാഴ്ച. അതിമനോഹരമായ ഈ കാഴ്ച കണ്ടാണ് അവർ കാലത്തൊക്കെ എണീറ്റ് വരുന്നത്. അതുപോലെ തന്നെ ഈ പൂലേരി പാടത്തിന് സമീപത്തായിട്ട് ഒരു ചായക്കട പ്രവർത്തിക്കുന്നുണ്ട്. അതൊരു തോട്ടത്തിനകത്താണ് ആ ചായക്കട ഉള്ളത്. അപ്പോൾ അവിടെ ഒരു തോടുമുണ്ട്. അപ്പോൾ ആ തോടിന് കുറുകെ ചെറിയൊരു നടപ്പാലൊക്കെ ഉണ്ടാക്കി അതിന് മുകളിലൂടെ നടന്നാണ് നമ്മൾ ചായക്കടയിലേക്ക് പോകുന്നത്. ഇവിടെ 5 മണിക്ക് ശേഷമാണ് കട തുറക്കുന്നത്. ഫുൾ ടൈം ഒന്നും കാണില്ല. നമ്മുടെ ആവശ്യപ്രകാരം നമുക്ക് വേണ്ടതെല്ലാം ഉണ്ടാക്കി തരുന്നതാണ്. ഓർഡർ കൊടുത്ത് ആളുകൾ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു വരുമ്പോഴേക്കും ചായയും കടിയൊക്കെ റെഡി ആയിട്ടുണ്ടാവും. പിന്നെ നമ്മളെ പാടത്തെ റോഡിലെ കുറച്ച് കാഴ്ചകളാണ്. കുറച്ച് കുട്ടികളൊക്കെ നിൽക്കുന്നത് കാണാം. അതുപോലെ പിള്ളേരൊക്കെ സൈക്കിളും എടുത്ത് ഈ റോഡിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിച്ച് കളിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നത്തെ കാഴ്ച എന്ന് പറയുന്നത് ഈ പാടത്തേക്ക് പിന്നെ ഇവിടെ ഫാമിലിയൊക്കെ വന്ന് ഇരിക്കാറുണ്ട്. ഈ പാലത്തിന് സമീപത്തൊക്കെ ആയിട്ട് ഫാമിലിയൊക്കെ വരാറുണ്ട്. അതുപോലെ പശുക്കളൊക്കെ കെട്ടഴിച്ച് കൊണ്ടുവരുന്നതൊക്കെ കാണാം. ഇതുപോലെയുള്ള കാഴ്ചകളൊക്കെ വരുമ്പോഴാണ് ഒരു ഗ്രാമീണ കാഴ്ച എന്നതിനൊരു പൂർണ്ണത വരുന്നത്. ഇത്തരം കാഴ്ചകളൊക്കെ നമുക്ക് എത്ര സമയം വേണമെങ്കിലും ഇങ്ങനെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ കണ്ടിരിക്കാൻ നല്ല രസമാണ്. സമയം പോകുന്നത് അറിയില്ല. ആ ഒരു പച്ച പുതച്ച പാടത്തിന് നടുവിലൂടെയൊക്കെ ഈ പശുക്കളെയും ആടുകളെയും ഒക്കെ കൊണ്ടുവരുന്നതൊക്കെ ഒരു നല്ല രസമുള്ള കാഴ്ചാനുഭവങ്ങളാണ് നമുക്ക് നൽകുക. ഈ പൂലേരി പാടത്തിൻ്റെ പ്രത്യേകത അതുതന്നെയാണ്. അത് കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ആളുകളൊക്കെ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഗ്രാമീണ ഭംഗി എന്താണെന്ന് അറിയണമെങ്കിൽ ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ വന്നാലേ നമുക്ക് അത് അനുഭവിച്ചറിയാൻ പറ്റൂ. അത് ഫാമിലിയെ കൊണ്ടൊക്കെ വരുമ്പോൾ ഒന്നുകൂടെ നന്നായിരിക്കും. നമ്മുടെ ജോലി തിരക്കൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം ഇതുപോലെയുള്ള പാടത്ത്
ഈ വരമ്പിലൊക്കെ വന്നിരുന്ന് ഇതുപോലെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു ഭാഗ്യമാണ്. നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്ത് ഇത്തരം മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ വേറെയും ഉണ്ട്. നമ്മളത് കണ്ടുപിടിച്ച് ചെന്നാൽ തന്നെ നമുക്ക് അതൊക്കെ കാണാനും ആസ്വദിക്കാനൊക്കെ സാധിക്കുകയുള്ളൂ. ആലൂരിൽ നിന്നും കുറച്ച് ദൂരം മാത്രം സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പൂലേരി പാടത്തേക്ക് എത്തിച്ചേരാൻ പറ്റും. അങ്ങനെ സൂര്യൻ പതുക്കെ ആ കുന്നിന് താഴേക്ക് താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളിവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ഈ സ്ഥലം വരുന്നത് നമുക്ക് ഈ പൂലേരി പാടത്തു നിന്ന് തന്നെ നോക്കിയാൽ കാണുന്നൊരു സ്ഥലമാണ്. പക്ഷെ ഇവിടേക്ക് വാഹനം കൊണ്ട് വരാൻ പറ്റുന്നത് കോക്കാട് നിന്നും മലമൽക്കാവ് റോഡിലേക്ക് കയറി കഴിഞ്ഞാലാണ് ഇവിടേക്കുള്ള വഴി വരുന്നത്. ഇവിടേക്ക് പറയുന്ന പേര് പട്ടിക്കായൽ എന്നാണ്. രണ്ടും നോക്കിയാൽ കാണുന്ന സ്ഥലം തന്നെയാണ്, പക്ഷെ രണ്ട് പേരിലാണ് അറിയപ്പെടുന്നത്. ഇവിടെ വലിയൊരു തോടൊക്കെ കാണാം. ഈ തോടിന് കുറുകെ ചെറിയൊരു പാലമൊക്കെ ഉണ്ട്. അതാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ളൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ആ പാലം കടന്ന് ചെന്നാൽ ഇങ്ങനെ മരങ്ങളൊക്കെ കാണാം. ആ മരത്തിന് ചുവട്ടിലായിട്ട് ഇരിക്കാനൊക്കെ പറ്റും. നല്ല വെയിലുള്ള സമയങ്ങളിലൊക്കെ നല്ല തണലും കിട്ടും. ഇവിടെ ഒരു രണ്ട് തോട് വന്ന് ചേരുന്നൊരു സ്ഥലം കൂടെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ മനോഹരമാണ്. ഇവിടുന്ന് നമുക്ക് പൂലേരി പാടം കാണാൻ പറ്റും. അപ്പം നമ്മൾ ആ പാലത്തിന് മുകളിലൂടെ നടന്നു ചെന്ന് കഴിഞ്ഞാൽ ആ മരത്തിന് ചുവട്ടിലെത്താൻ പറ്റും. നമ്മുടെ പരിസരത്തൊക്കെ ഇത്തരം സ്ഥലങ്ങളൊക്കെ ഉള്ളത് ചിലപ്പോൾ നമുക്ക് അറിയാൻ കഴിയില്ല. ഇതുപോലെയുള്ള മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ തേടി നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകാറുണ്ട്. പക്ഷേ നമ്മുടെ അടുത്തൊക്കെ ഇതുപോലെയുള്ള സ്ഥലങ്ങളൊക്കെ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ നടന്ന് തേടി കണ്ടെത്തി ഇതുപോലെയുള്ള കാഴ്ചകളൊക്കെ ആസ്വദിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു നല്ല കാര്യമാണ്. ദൂരേക്കൊന്നും പോകാതെ തന്നെ നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെ ഇതുപോലെയുള്ള മനോഹരമായിട്ടുള്ള പ്ലേസുകളൊക്കെ ഇപ്പോഴും ഉണ്ട്. ഇതുപോലെയുള്ള കാഴ്ചകളൊക്കെ ഇന്നത്തെ ജനറേഷനും ഇഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. അവരുടെ റീലുകളും അതുപോലെയുള്ള വീഡിയോസൊക്കെ ആണ് നമുക്ക് ഇതുപോലെയുള്ള സ്ഥലങ്ങളൊക്കെ പരിചയപ്പെടുത്തി തരുന്നത്. അടുത്ത പ്രദേശത്തുള്ള ആളുകളൊക്കെ ഇത് വീഡിയോ ആക്കി നമുക്ക് റീലായിട്ടൊക്കെ കാണുമ്പോഴാണ് ഇത്തരം സ്ഥലങ്ങളൊക്കെ നമുക്ക് ഇവിടെയൊക്കെ ഉണ്ട് എന്ന് തന്നെ നമുക്ക് അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണ് നമ്മളൊക്കെ ഇവിടെ എത്തിപ്പെടുന്നത്. അതുപോലെ തന്നെ ഇതുപോലെ മനോഹരമായ കാഴ്ചകളൊക്കെ ഉള്ള സ്ഥലങ്ങളിലുള്ള ആളുകളൊക്കെ ഇതുപോലെ വീഡിയോ ഒക്കെ ഷെയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ പറ്റും. മനസ്സിനെ കുളിരണിയിപ്പിക്കുന്ന ഇത്തരം കാഴ്ചകളൊക്കെ നമ്മളിൽ നിന്നും അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.